മദ്യപാനത്തിന് ഒരാൾ അടിമയാകുന്നത് എങ്ങനെയാണ്? മദ്യം എന്നുള്ളത് നമുക്കൊരു ലഹരിയാണല്ലോ. ഒരു ചായ കാപ്പി അല്ലെങ്കിൽ നമ്മൾ ചോറോ ഭക്ഷണമോ കഴിക്കുന്ന പോലെയല്ലല്ലോ. അപ്പോൾ ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഈ മദ്യം കഴിച്ചു കഴിഞ്ഞാൽ അത് നമുക്കൊരു വ്യക്തിക്കൊരു പ്രത്യേക ഒരു പ്ലഷർ, സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ കിക്ക്, ലഹരി ഒക്കെ കൊടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇത് ശരിക്കും സംഭവിക്കുന്നത് മദ്യം കഴിക്കുമ്പോൾ നമ്മുടെ ബ്രെയിനിൻ്റെ ഉള്ളിൽ ഡോപ്പമിൻ റിലീസ് സംഭവിക്കുകയാണ് ചെയ്യുന്നത്. ഡോപ്പമിൻ എന്ന് പറഞ്ഞാൽ ഒരു പ്ലഷർ ഹോർമോണൊക്കെ ആയിട്ടാണ് ഇപ്പോൾ വിശേഷിക്കപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ മദ്യം കഴിക്കുന്ന സമയത്ത് ഈ ഡോപ്പമിൻ തലച്ചോറിൽ റിലീസ് ചെയ്യപ്പെടുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രത്യേക ഒരു അനുഭൂതിയുണ്ട്. ആ അനുഭൂതി മദ്യം നിർത്തുമ്പോൾ അയാൾക്ക് കിട്ടുന്നില്ല. അപ്പോൾ ഈ ഒരു അനുഭൂതി വീണ്ടും വരാൻ വേണ്ടിയിട്ട് അയാൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ വീണ്ടും മദ്യം കഴിക്കുന്നു. വീണ്ടും മദ്യം കഴിക്കുമ്പോൾ അയാൾക്ക് അനുഭൂതി കിട്ടുന്നു. പക്ഷേ ഒന്നുള്ളത്, മുമ്പ് ഉണ്ടായിരുന്ന അത്ര അനുഭൂതി അയാൾക്കിപ്പം അതേ അളവിൽ മദ്യം കഴിക്കുമ്പോൾ അയാൾക്ക് കിട്ടുന്നില്ല. അപ്പോൾ അയാൾ എന്ത് ചെയ്യും? അയാൾക്ക് ഒന്നുകൂടി ആ പഴയ അനുഭൂതി കിട്ടണമെങ്കിൽ ആ കഴിക്കുന്ന മദ്യത്തിൻ്റെ അളവ് കൂട്ടണം. അങ്ങനെ ആ അനുഭൂതി കിട്ടാൻ വേണ്ടി അവർ ഇങ്ങനെ മദ്യം കഴിച്ചുകൊണ്ടേയിരിക്കുന്നു. ആ മദ്യം കഴിക്കുന്നതിൻ്റെ അളവ് പോരായി വരുമ്പം അയാളിങ്ങനെ അതിൻ്റെ അളവ് കൂട്ടി അതേ അനുഭൂതി നിലനിർത്താനായിട്ട് അയാൾ ചെയ്യുന്നു. മദ്യം നിർത്തുന്ന സമയത്ത് ഈ അനുഭൂതി ഇല്ല എന്നുള്ളത് മാത്രമല്ല, അയാൾക്കൊരു ഡിസ്ഫോറിക് എഫക്റ്റ് എന്ന് പറയും, ഡിസ്ഫോറിക് സ്റ്റേജ്. ഒരു മൂഡില്ല, ഉഷാറില്ല എന്നൊക്കെ പറയും സാധാരണ ആളുകൾ. അപ്പോൾ ഒരു മൂഡ് കിട്ടണമെങ്കിൽ 2 എണ്ണം അടിച്ചാൽ മതി എന്നുള്ള രീതിയിൽ, അതാണ് സാധാരണ ഇതിൽ പറയുന്നത്. അപ്പോൾ നമ്മളിതിനെ ടെക്നിക്കലായിട്ട് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, മദ്യം ടോളറൻസ് ഉണ്ടാക്കും. അതായത് പണ്ട് കഴിച്ചതിന് അതേ അളവിൽ അവർക്ക് അതേ ലഹരി അനുഭൂതി കിട്ടാതെ വരുമ്പം അളവ് കൂട്ടി വരുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ ടോളറൻസ് എന്ന് പറയുന്നത്. ഇനി അത് കുറച്ച് കഴിഞ്ഞാൽ അത് ഡിപ്പെൻഡൻസ് ഉണ്ടാക്കും. ഡിപ്പെൻഡൻസ് എന്ന് പറഞ്ഞാൽ ആ മദ്യം ഇല്ലാതിരിക്കുമ്പം അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. ഫിസിക്കൽ ഡിപ്പെൻഡൻസും ഉണ്ട്, സൈക്കോളജിക്കൽ ഡിപ്പെൻഡൻസും ഉണ്ട്. ഇത് രണ്ടും ഈ മദ്യപാനത്തിൽ വരുന്നതാണ്. ഫിസിക്കൽ ഡിപ്പെൻഡൻസ് എന്ന് പറയുമ്പം മദ്യം നിർത്തിയാൽ അവർക്ക് ഉറക്കം കിട്ടുന്നില്ല, കൈകാൽ വിറയ്ക്കുന്നു, ഛർദ്ദിക്കാൻ വരുന്നു, ഇരിക്കാനോ അടക്കാനോ ഒന്നും പറ്റാത്ത അവസ്ഥ, ഫിസിക്കൽ ഡിപ്പെൻഡൻസ്. സൈക്കോളജിക്കൽ ഡിപ്പെൻഡൻസ് എന്ന് പറഞ്ഞാൽ മദ്യം ഇല്ലാത്ത സമയത്ത് അവർക്കൊരു മൂഡില്ല, കോൺസെൻട്രേഷൻ ഇല്ല, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, തലച്ചോറ് ശരിക്കും വർക്ക് ചെയ്യുന്നില്ല എന്നൊക്കെ പറയും. അതാണ് സൈക്കോളജിക്കൽ ഡിപ്പെൻഡൻസ്. അപ്പോൾ ഈ ഡിപ്പെൻഡൻസ് വന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഈ വിറ്റോൾസ് നിർത്തുമ്പം വിറ്റോൾ സിംറ്റംസ് വരും. അപ്പോൾ ഈ വിറ്റോൾ സിംറ്റംസ് വരുമ്പോൾ അത് ഒന്ന് ശരിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കഴിക്കും. വീണ്ടും മദ്യം കഴിച്ചാൽ ശരിയായി. അപ്പോൾ അത് റിലീഫ് ഡ്രിങ്കിങ് എന്ന് പറയും. അപ്പോൾ ശരീരവും മനസ്സും മുന്നോട്ട് പോകണം, ആ മെഷീൻ ഓടണമെങ്കിൽ ആൽക്കഹോൾ കഴിക്കേണ്ട ഒരു അവസ്ഥ വന്നാൽ മാത്രമേ മുന്നോട്ട് പോകുള്ളൂ. അപ്പം ഡിപ്പെൻഡൻസ് വന്നു, വിറ്റോൾ സിംറ്റംസ് വന്നു, റിലീഫ് ഡ്രിങ്കിങ് ഇത് ശരിയാവണമെങ്കിൽ ഇത് വന്നു. ഇനി ഒന്ന് അവരുടെ റിപ്പർട്ടയർ ഓഫ് ആക്ടിവിറ്റീസ്, അതായത് അവരുടെ ജീവിതം മുഴുവൻ ഈ ആൽക്കഹോൾ കിട്ടാനുള്ളൊരു ജീവിതമായിരിക്കും. രാവിലെ എഴുന്നേറ്റാൽ തന്നെ ഇവർക്ക് ഇങ്ങനെ ഒരു മദ്യത്തിന് അടിമപ്പെട്ട വ്യക്തിയാണെങ്കിൽ ഇന്ന് എങ്ങനെ നമുക്ക് ഇത് സംഘടിപ്പിക്കാം, ഇന്നിപ്പോൾ രാവിലെ എങ്ങനെ എനിക്ക് കിട്ടും, അല്ലെങ്കിൽ വൈകുന്നേരം എങ്ങനെ കിട്ടും, അപ്പോൾ അതിനെ പറ്റിയിട്ടായിരിക്കും അവരുടെ ജീവിതം. അതിന് വേണ്ട കമ്പനി എങ്ങനെ കിട്ടും, എങ്ങനെ എത്തരത്തിലൊരു ഒക്കേഷൻ ഉണ്ടാക്കിയെടുക്കാം, ഇതെല്ലാം കൂടി വന്നാൽ ഇത്തരത്തിലുള്ള ടോളറൻസ്, ഡിപ്പെൻഡൻസ്, വിറ്റോൾ സിംറ്റംസ്, റിലീഫ് ഡ്രിങ്കിങ്, റിപ്പർട്ടയർ ഓഫ് ആക്ടിവിറ്റീസ് റെസ്ട്രിക്റ്റഡ് ടു ഓൺലി ആൽക്കഹോൾ പ്രൊക്യൂറിങ് ഹാബിറ്റ് എന്നൊക്കെ പറയും. ഇതെല്ലാം വന്നാൽ അയാളൊരു ആൽക്കഹോൾ ഡിപ്പെൻഡൻസ് സിൻഡ്രോം, അതായത് ഒരു അമിത മദ്യാസക്തിക്ക് അടിമപ്പെട്ടൊരു രോഗിയായിട്ട് മാറി. ഇതാണ് നമ്മുടെ ലോകാരോഗ്യ സംഘടന WHO മദ്യപാനത്തെ നിർവചിക്കുന്നത് ഇങ്ങനെയാണ്.